പ്രതിസന്ധികൾക്ക് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയുടെ ജനനായകൻ റിലീസായിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ സിനിമ 20 കോടിയിലധികം നേട്ടം കൈവരിച്ചിരുന്നു. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 1 മില്യൺ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇപ്പോൾ വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അവന്തിക, ഗുഡ് മോർണിംഗ്. അവന്തിക സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ട് 6 മാസത്തോളം സമയം കഴിഞ്ഞാണ് ഇന്നിപ്പോൾ വിജയുടെ സിനിമ ജനനായകൻ റിലീസായിട്ടുള്ളത്. വിജയ് മുഖ്യമന്ത്രി ആയ ശേഷമുള്ള ആദ്യ സിനിമ റിലീസ്, ഒപ്പം വിജയുടെ കരിയറിലെ അവസാന സിനിമ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ എറണാകുളത്തുള്ള തിയേറ്ററുകളിലെല്ലാം പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആദ്യത്തെ സിനിമ ഷോ കഴിഞ്ഞുള്ള ഇടവേളയിലാണ്. ആ പ്രേക്ഷകരുടെ ആവേശത്തോട് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചു നോക്കാം. സിനിമ കണ്ടോ? ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞോ? വിജയ്ക്ക് വേണ്ടി മാത്രം കാണാം, കട്ട വരാതുള്ളൂ. പക്ഷേ വിജയ്ക്ക് വേണ്ടി മാത്രം കാണാം. വിജയ് കാണല്ല, വിജയ് മതി. കണ്ണടച്ച് ചോദിക്കാം, വിജയ് കാണുക, കണ്ണടച്ച് ചോദിക്കാം. ഓക്കെ, മറ്റുള്ളവരോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സിനിമ നല്ല സിനിമ, ഇഷ്ടപ്പെട്ടു. തളപതിയുടെ അവസാന സിനിമയായിട്ട് പൊളിച്ചിട്ടുണ്ട്. വിജയ് ആരാധനാണ്. അതെ, പിന്നെ എത്ര ആളായിട്ട് പണ്ട് തൊട്ട് വിജയ ആരാധനാണ്. നല്ല അവസാനം നല്ല കലക്കി. തിയേറ്ററിൽ ആവേശം എങ്ങനെയുണ്ട്? നല്ല ആവേശമുണ്ട്. എല്ലാ സീനിലും വിജയെ കണ്ട എല്ലാവരും ചാടിയിരുന്ന് കൈയടിക്കും. നല്ല നല്ല സപ്പോർട്ടുണ്ട്. നല്ല സിനിമ. വലിയ എന്തായാലും ആവേശത്തിലാണ് ആരാധകരൊക്കെ. ഇപ്പോൾ ഇവിടെ സിനിമയുടെ ഇടവേള സമയമാണ്. ഇടവേളയിൽ ഇപ്പോൾ ഇവിടെയുള്ള ആരാധകർ, അത് രാവിലെ 6 മണിക്കുള്ള ഷോയാണ്. സിനിമ എറണാകുളത്തെ വനിതാ തിയേറ്ററിലാണ് നമ്മളുള്ളത്. ഇവിടെ 4 സ്ക്രീനുകളുണ്ട്. 4 തിയേറ്ററുകളിലും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ടിക്കറ്റുകളും ഇന്നലെ തന്നെ ഓൺലൈനായി ബുക്കിംഗ് നടന്നു കഴിഞ്ഞു. ആ ആരാധകരാണ്, ആ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും വിജയുടെ അവസാന സിനിമ, വിജയ് ആരാധകരാണല്ലോ. വിജയ് ഫാനാണോ? വിജയ് ഫാനാണ്, പക്ഷെ പടം സെയിം തെലുങ്ക് മൂവി റീമേക്ക് തന്നെ, ഭഗവാൻ കേസരി. പിന്നെ അണ്ണൻ്റെ ലാസ്റ്റ് പടമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. ആവറേജ്. ഓക്കെ, എന്തായാലും വിജയ് ആരാധകർ തന്നെയാണ് തിയേറ്ററിലുള്ളതിൽ ഭൂരിഭാഗവും. ധാരാളം പേർ അവിടെ ഈ തിയേറ്ററിലെല്ലാം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ 2 സ്ക്രീനുണ്ട്. നമുക്ക് പിന്നിലുള്ള തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇടവേളയിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന രംഗം കാണാം. ഇപ്പോൾ അതിനുശേഷം 3.25 മണിക്കൂറോളമാണ് സിനിമ. 6 മണിക്ക് തുടങ്ങിയ പ്രദർശനം അത് ഏകദേശം 9:15 കൂടി അവസാനിക്കും. വീണ്ടും നിരവധി ആരാധകരാണ് ഇവിടെ. ഒരുപാട് പേർ ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. വിജയ് ഫാനാണോ? അതെ 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 അതെ, അടിപൊളി. ഒരു ആക്ഷൻ ഹീറോനെ മിസ് ചെയ്യും, അങ്ങനെ മിസ് ചെയ്യും. ഒരു ആക്ഷൻ ഹീറോനെ മിസ് ചെയ്യും. ഓക്കെ, വിജയുടെ അവസാന സിനിമയാണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു വിഷമമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വിജയ് ആരാധകർ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നതിൽ ഭൂരിഭാഗവും. ഇനിയും നമുക്ക് നിരവധി പേരുണ്ട്. ഉണ്ട്, നല്ലതന്നെ. ഫസ്റ്റ് ഹാഫ് ഉണ്ട്. വിജയുടെ അവസാന സിനിമയാണ് എന്നുള്ളതിൻ്റെ ഒരു വിഷമമാണ് എല്ലാവരും പറയുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. തന്നെയുമല്ല, നമുക്കറിയാം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പരാതികൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള സിനിമ രാഷ്ട്രീയം പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പ്രദർശനം തടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ 6 മാസത്തോളം നീണ്ട ഒരു കാലയളവിന് ശേഷമാണ് സിനിമ ഇപ്പോൾ റിലീസായിട്ടുള്ളത്. കൊള്ളാം. അതെ, വൈഫും ഞാനും കൂടിയാണ് വന്നത്. ആളും വിജയ് ഫാൻ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് പടം മര്യാദക്കൊന്ന് കാണാൻ വേണ്ടി വന്നത്. അദ്ദേഹവും പങ്കുവച്ചത് അത് തന്നെയാണ്. വിജയുടെ ആരാധകനാണ്. അവസാന സിനിമ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശം, അത് എങ്ങനെയാണ് ആ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഇവിടെയും ഒരു സംഘം നിരവധി പേരുണ്ട്. എല്ലാവരും വിജയ് ഫാനാണോ? വിജയ് ഫാനൊന്നുമില്ല, ലാസ്റ്റ് പടമായിട്ട് കണ്ടത്. നല്ല പടം. പിന്നെ അടിപൊളി. നമ്മൾ വിജയ് ഫാനാണ്. എല്ലാ വിജയ് പടം ഫസ്റ്റ് ഷോ കാണുന്നവരാണ്. അടിപൊളി പടമാണ്. ഇതിൽ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയവരിൽ ഭൂരിഭാഗം പേരും വിജയുടെ സിനിമ ആദ്യ ദിവസം തന്നെ കാണുന്ന ആരാധകരാണ്. വിജയുടെ അവസാന സിനിമയാണെന്നത് കൊണ്ട് തന്നെ ആ സിനിമ കാണുന്നതിനും അതിൽ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയം കൂടി അറിയുന്നതിന് വേണ്ടിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. പ്രധാനമായി തന്നെ ഇന്നത്തെ രാവിലത്തെ ആദ്യ ഷോയിൽ കൂടുതലും, ഇന്നത്തെ മിക്കവാറും ഷോകൾ അങ്ങനെ തന്നെയാണ്, ആരാധകർ തന്നെയാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഫസ്റ്റ് ഷോ, അതിൽ ഭൂരിഭാഗം പേരും 90% പേരും ആരാധകർ തന്നെയാണ്. പിന്നെ ഇതുകൂടാതെ തന്നെ അതായത് വിജയ് ഫാൻ അല്ലാതെയുള്ളവരും
വിജയുടെ അവസാന പടം എന്ന നിലയിൽ ആ സിനിമ റിലീസാകുമ്പോൾ ഒന്ന് കാണാനെത്തിയവരുണ്ട്. സിനിമ പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയ സിനിമ വിവാദമായതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസ് ദിവസം കാണാനെത്തുന്നവരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇത്രയധികം ഈ ജനം മുഴുവൻ ഈ ഒരു തിയേറ്ററിലാണ്. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ തന്നെ മറ്റ് തിയേറ്ററുകളിൽ സിനിമ രാവിലെ പ്രദർശനമുണ്ട്. PVR സിനിമയുടെ ലുലു മാളിലെ തിയേറ്ററിലും ഒപ്പം തന്നെ ഫോർമാളിലെ തിയേറ്ററിലൊക്കെ പ്രദർശനങ്ങളുണ്ട്. എല്ലായിടത്തും രാവിലെ മുതൽ തന്നെ ആൾക്കാരുണ്ട്. അതായത് രാവിലെ 6 മണിയുടെ ഷോയാണ് തുടങ്ങിയത്. ആദ്യ ഷോ രാവിലെ 6 മണിക്കാണ് കൊച്ചിയിൽ ആരംഭിച്ചത്. അതിൽ ഷോയിൽ 6 മണിയുടെ പ്രദർശനം കണ്ടവരാണ് ഇവരൊക്കെ. ആ പ്രദർശനം കണ്ട് അല്ലെങ്കിൽ ഇടവേള ആയിരിക്കുന്നു. ഹാഫ് ടൈമിൽ എന്തായാലും ഇതിൻ്റെ കണ്ടതിൻ്റെ ഒരു പ്രതീക്ഷയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വിജയ് ആരാധകർ എത്തിയിട്ടുള്ളതാണ്. എന്തായാലും വിജയുടെ അവസാന സിനിമ, അതോടൊപ്പം തന്നെ വിജയ് മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സിനിമ എന്നതുകൂടി ഈ സിനിമയെ വേറിട്ടതാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് വിജയ് ആരാധകർ ഈ സിനിമയ്ക്കായി തിങ്ങി നിറഞ്ഞ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. ഇനിയുള്ള പ്രദർശനങ്ങളിലാകും. അടുത്ത ഷോ ഏകദേശം ഒരു 10-10:30 കൂടിയാണ്. ആ സിനിമയിൽ അത് തുടർന്നുള്ള പ്രദർശനങ്ങളിലേക്കാവും കൂടുതലായി മറ്റുള്ളവരെത്തുക. പ്രധാനമായും വിജയ് ഫാൻ അല്ലാതെയുള്ള ആളുകൾ, അങ്ങനെ ഇനിയും കൂടുതൽ പേർ എത്തുന്നുണ്ട്. എന്തായാലും വലിയ ആവേശം ആൾക്കാർക്കിടയിൽ കാണാം. വിജയുടെ സിനിമ പ്രതീക്ഷിച്ചെത്തിയവർ തന്നെയാണ് ഭൂരിഭാഗം പേരും. അവരുടെ ഇതുകൂടി നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണം നമുക്ക് ഇനിയും ചോദിക്കാം. വിജയ് ഫാനാണോ? അതെ, കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ണ പടം വന്നതാ. എവിടെ വീട്? ഇവിടെ ഇടപ്പള്ളി തന്നെയാണ്. മോനിഷ്ടാണ് വിജയന്? അവനകത്തുനിന്ന് ഡാൻസ് കളിയായിരുന്നു പാട്ട് വന്നപ്പോഴത്തേക്കും. മൊബൈൽ പോലും കാണാണ്ട് വെയിറ്റ് ചെയ്ത് വന്നോ. നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ടോ? നന്നായിട്ട് പാട്ടും ഡാൻസൊക്കെ ഉണ്ടോ? ആ പിന്നെ ഇല്ലേ, ഇന്റർവെൽ വരെ അടിപൊളിയാണ്. നമ്മൾ പ്രതീക്ഷ വന്ന പോലെ തന്നെ. വേറെ കഥയൊന്നുമല്ല, പക്കാ മാസ് മൂവി. വിജയുടെ ഫാൻസിനുള്ള പടം. ഓക്കെ, അത് തന്നെയാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. വിജയ് ഫാൻസിന് വേണ്ടിയുള്ള പക്ക മാസ് മൂവി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വിജയുടെ സാധാരണ പടങ്ങൾ കാണുന്ന പോലെയുള്ള എല്ലാ ചേരുവകളും ചേർന്നുള്ള ആ ഫോർമുലയോട് കൂടിയ ചിത്രമാണ്. നിരവധി ആരാധകരാണ് ഇവിടെ. വിജയ് ആരാധകർ തന്നെ കൂടുതലും ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള അതിൻ്റെ പശ്ചാത്തലം കൂടിയാണ് ഈ ജനനായകൻ എന്ന സിനിമയുടെ റിലീസിനെ ഇപ്പോൾ വേറിട്ടതാക്കുന്നത്. പ്രധാന തിയേറ്ററുകളിലെല്ലാം, അതായത് ഈ വനിതാ തിയേറ്ററിലെ 4 സ്ക്രീനുകളിലും ഒപ്പം PVR സിനിമാസിൻ്റെ വിവിധ മാളുകളിലുള്ള തിയേറ്ററുകളിലുമെല്ലാം സിനിമ ഒരേ സമയം തന്നെ രാവിലെ 6 മണിക്ക് തന്നെ പ്രദർശനം തുടങ്ങിയിട്ടുണ്ട്. 6 മണിയുടെ പ്രദർശനം 9:15 കൂടിയാണ് കഴിയുക. 3.25 മണിക്കൂറാണ് സിനിമയുടെ ഒരു സമയം. ഇതുകൂടാതെ തന്നെ സിനിമ പ്രീ റിലീസായി തന്നെ, സിനിമ റിലീസിന് മുമ്പ് തന്നെ ഓൺലൈനായി ഒക്കെ ഉൾപ്പെടെ വലിയ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു പോയ സിനിമ കൂടിയാണ്. തന്നെയുമല്ല, ഈ സിനിമയുടെ ഓവർസീസ് റൈറ്റ് ഉൾപ്പെടെ വലിയ ചരിത്ര നേട്ടമുണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ്. ആ നിലയ്ക്കും കാണുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ 6 മാസം മുൻപ് എല്ലാ സിനിമയുടെ പ്രൊഡക്ഷൻ വർക്കുകൾ മുഴുവൻ പൂർത്തിയാക്കി റിലീസിനായി കാത്തിരുന്ന സിനിമ, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ പേരിൽ ആ സിനിമ റിലീസിംഗ് പ്രതിസന്ധി നേരിട്ടിരുന്നു. അതാണ് ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം വിജയുടെ സിനിമ റിലീസായിരിക്കുന്നത്. അതിനാണ് ആരാധകർ ഈ തിരക്കിട്ട് ഇത്രയും ആരാധകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വിജയ് ആരാധകർക്ക് തൃപ്തികരമായ ഒരു സിനിമ തന്നെയാണെന്നാണ് ആരാധകരെല്ലാം പറയുന്നത്. അവന്തിക. തിയോഫിൻ, വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ സിനിമ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലാണ് ലാസ്റ്റ് അവസാനമാണ് ഇപ്പോൾ ഈ ജനനായകൻ റിലീസായിരിക്കുന്നത്. നമ്മളവിടെ കണ്ടതുപോലെ വലിയ ആരാധക കൂട്ടം തന്നെയുണ്ട്. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നിരവധി പേരാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം നല്ല പ്രതികരണവും ഉണ്ടല്ലേ? അവധിക്ക് തീർച്ചയായും, അതായത് സിനിമയുടെ ആദ്യ പകുതി തന്നെ വിജയ് ആരാധകരെ തൃപ്തിപ്പെടുന്ന സിനിമയെന്നാണ് ആരാധകർ തന്നെ പറയുന്നത്. ഇപ്പോൾ സിനിമയുടെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമുക്ക് ഇതോടൊപ്പം കാത്തിരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം വായിക്കുമ്പോൾ സിനിമ വിജയ് മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സിനിമ, അതുകൂടാതെ തന്നെ വിജയുടെ കരിയറിലെ അവസാന സിനിമ എന്ന ഒരു പ്രത്യേകത കൊണ്ട് കൂടിയാണ് ഈ സിനിമ വേറിട്ടതാവുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഈ സിനിമ ആരാധകർക്ക് വലിയ തൃപ്തി നൽകുന്ന സിനിമ എന്ന് തന്നെ ജനനായകന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്.